ചില ജില്ലകളിൽ മധ്യ കേരളം അതുപോലെ തന്നെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ടായ പരാജയം സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരായിട്ട് മാറിപ്പോയി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. കാരണം മലപ്പുറം ജില്ലയിലെ വോട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 10 ലക്ഷം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അത് ചെറിയ വോട്ടല്ല, 10 ലക്ഷം വോട്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കിടയിലും താരതമ്യേന നല്ല വോട്ട് നേടാനായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ 1,75,000 വോട്ടാണ് കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. അവിടെ BJPക്ക് 1,60,000 വോട്ടേ ഉള്ളൂ. 1,25,000 വോട്ടാണ് UDFന്. ഇപ്പോൾ വോട്ടിൻ്റെ കണക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഈ കോർപ്പറേഷനിലും നല്ല മുൻകൈയുള്ളത്. ജില്ലയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 4 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ 41 വാർഡിൽ ഡിവിഷൻ അവിടെ UDFന് വളരെ ചെറിയ വോട്ട്, 1000-ൽ കുറവായ വോട്ടേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം ധാരണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പരസ്യമായും രഹസ്യമായും ചില നീക്കങ്ങൾ കൂടി ചേർത്തിട്ടാണ് യഥാർത്ഥത്തിൽ BJPയെ ഈ എണ്ണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചെറിയ വോട്ടിന് 10, 50, 60, 40, 30, 35 വോട്ടിനൊക്കെ ഞങ്ങളുടെ 6 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യം വളരെ ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലും മലപ്പുറം ജില്ലയിലും ഒക്കെ നമുക്ക് നല്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടി ഉൾപ്പെടെ എല്ലാം ഗൗരവപൂർവം ഫലപ്രദമായ രീതിയിൽ പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി മുമ്പോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും ഈ മാസം തന്നെ ചേർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേർന്ന് പരിശോധിച്ച് ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തണം എന്നാണിപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനം ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ട് ഉണ്ടായി എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വർഗീയ ശക്തികൾ, അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. അതേപോലെ ഇവിടെ ഈ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ BJP ഇപ്പോൾ അതിൻ്റെ സ്വാധീനം നഗരസഭയിൽ നേടിയിട്ടുള്ള അല്ല ഈ ഇവിടെയുള്ള കോർപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വിജയത്തെ തുടർന്ന് ഒരു വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തുകളിൽ അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സീറ്റ് ഇപ്രാവശ്യമില്ല. കാസർഗോഡ് ജില്ലയിലാണ് ഒരു സീറ്റ് ആകെ അവർക്കുള്ളത് ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ. അവർക്ക് നിലവിലുണ്ടായിരുന്ന
പഞ്ചായത്തുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും. അതിൽ കുറവ് വരികയാണ് ചെയ്തത്. ചിലത് ഞങ്ങൾ തന്നെ BJP ഞങ്ങൾ തന്നെ ചിലത് പിടിച്ചു. പാലക്കാട് ഇപ്പം നോക്കുമ്പോൾ കേവല ഭൂരിപക്ഷമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അവർ തന്നെ കൂട്ടിഘോഷിപ്പിച്ച് പിടിച്ചുവെന്ന് വിശദീകരിച്ച പത്തനംതിട്ടയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒക്കെ പറഞ്ഞ പന്തളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, BJP 41 സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ 25 വാർഡിൽ UDF-ന് 1000-ൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ LDF-നെ പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പൊതുവായ ഇടപെടൽ BJP-യും UDF-ഉം നടത്തിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം. ചില വാർഡുകളിൽ UDF-ന് വളരെ ചെറിയ വോട്ട് മാത്രം ലഭിക്കുന്ന നില ഉണ്ടായത് അതുകൊണ്ടാണ്. ഏതാണ്ട് LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF-ഉം അതുപോലെ തന്നെ BJP-യും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJP-യുമായിട്ട് ഈടുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്.